Hi friends, this is Nisha. Welcome back to my channel. So, this is the latest iPhone 15 Pro Max. So, in this video, iPhone 15 Pro Max unboxing and initial review. So, this is the iPhone 15 Pro Max packaging. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് ലോഗോ കാണാം. അപ്പോൾ ഞാൻ ഇത് ഇനി ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാണ് 15 Pro Max ബ്ലൂ ടൈറ്റാനിയം ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഇതാണ് ആദ്യത്തെ ലുക്ക്. ഇനി നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് കാണാം. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആദ്യം ഐഫോൺ കാണാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു സീപോർട്ട് കേബിളാണ്. ഇത് ആപ്പിൾ മാജിക് മൗസിൻ്റെ കൂടെ വരുന്ന സെയിം ടൈപ്പ് ഓഫ് കേബിളാണ്. പിന്നെ വരുന്നത് മാനുവലാണ്. പിന്നെ സിം പിന്ന് കാണാം. പിന്നെ ആപ്പിളിൻ്റെ ലോഗോ. അപ്പോൾ ഇതൊരു സിമ്പിൾ പാക്കിംഗ് ആണ്. ഇതിൻ്റെ ഡൗണിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോർട്ട് ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. അതുപോലെ സ്പീക്കേഴ്സിൻ്റെ ഇതും കാണാൻ പറ്റും. അപ്പോൾ iPhone 15 ആദ്യമായിട്ട് പോർട്ട് ചാർജിങ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ വോളിയം ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ഒരു ആക്ഷൻ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് iPhone 15 Pro Maxൻ്റെ ഡിസൈൻ. പിന്നെ ഇതിൽ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് പോർട്ട് വെച്ചിട്ട് വേറെ ആക്സസറീസ് നമുക്ക് ഐഫോണിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. iPhone 15 Pro Max 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ബ്ലൂ കളറാണ്. ഇതുവരെ വന്ന ജനറേഷനിൽ ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഇതിന് മേക്ക് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ ടൈറ്റാനിയമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം എല്ലാം ടൈറ്റാനിയത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 11 Pro Max ആണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ആക്ച്വലി വെയിറ്റ് കുറവാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഡിസൈനിൽ ഫസ്റ്റ് എനിക്ക് കാണുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 11 Pro Maxൻ്റെ ആ സമയത്ത് കുറച്ച് കേർവ് ആയിട്ടുള്ള ടൈപ്പായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്താ പറയുക ഒരു സ്ക്വയർ കുറച്ചും കൂടി വിത്ത് കൂടിയ ഒരു ടൈപ്പായിട്ട്. പിന്നെ ഒരു മേജർ ഡിഫറൻസ് കാണുന്നത് ഇതിൻ്റെ ക്യാമറ ആണ്. അപ്പോൾ 3 ക്യാമറ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ വലിപ്പം നല്ലൊരു ഡിഫറൻസിൽ നമുക്ക് അറിയുന്നുണ്ട്. ഇനി iPhone 15 Pro Maxൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് A17 Pro ചിപ്പാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ചേഞ്ചസ് വന്നിരിക്കുന്നത് ക്യാമറയിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ക്യാമറാസ് കാണാൻ പറ്റും. അതിൻ്റെ മെയിൻ ക്യാമറയിൽ വന്നിരിക്കുന്നത് 48 മെഗാ പിക്സലാണ്. പിന്നെ വരുന്നത് അൾട്രാ വൈഡ്, അത് 12 മെഗാ പിക്സലും. പിന്നെ വരുന്നത് ടെലിഫോട്ടോ ക്യാമറയാണ്, അതും 12 മെഗാ പിക്സൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ക്യാമറയിൽ നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. അതിൻ്റെ അത് 120 mm ഫോക്കൽ ലെങ്ത്തിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 24 മെഗാ പിക്സലിലാണ് റെക്കോർഡ് ചെയ്യുക. പിന്നെ ഒരു വലിയൊരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്കിതിൽ ലോഗ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മിറർലെസ് ക്യാമറസിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അതേപോലത്തെ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് നമുക്ക് പിന്നീട് അത് കളർ ഗ്രേഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്കിതിൽ iPhone 15 Pro Max വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ SSD ഹാർഡ് ഡ്രൈവ് യൂസ് ചെയ്ത് നമുക്കിതിൽ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഡൈനാമിക് ഐലൻഡും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഇതിൽ സപ്പോർട്ടഡ് ആണ്.
യൂട്യൂബ് ജേർണി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ 2 വർഷത്തിലെ എല്ലാ വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് iPhone 11 Pro Maxലാണ്. അതുപോലെ തന്നെ എഡിറ്റിങ്ങും ഞാനും ആ ഫോണിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ എന്നെ സംബന്ധിച്ച് ഐഫോണിലെ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും കേപ്പബിലിറ്റീസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും ലുക്കിംഗ് ഫോർവേഡ് ആയിട്ടുള്ളത് iPhone 15 Pro Maxലും അത് തന്നെയാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെ ഇരിക്കും എന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ എടുക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിലും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത് 11 Pro Max എന്നാണ്. അപ്പോൾ 4 വർഷത്തിന് ശേഷം 4 ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഗ്രേഡാണ് എൻ്റെ. അപ്പോൾ ഈ വീഡിയോ ഇത് ശരിക്കും ഒരു ഇനീഷ്യൽ റിവ്യൂ മാത്രമാണ്. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.